ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിക്കാസ് വേൾഡ് മലയാളം. അപ്പോൾ നമ്മുടെ ബൊഗൈൻവില്ല നന്നായിട്ട് പൂക്കൾ കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സംഭവം അതെ ഞാൻ കുറച്ചായിട്ട് ശ്രദ്ധിക്കാൻ വിട്ടുപോയതുകൊണ്ട് ഇതിൽ മൊത്തം പുല്ല് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ നമ്മൾ നല്ല വെയിലാണല്ലോ, അപ്പോൾ ഇത് പറിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നിറയെ പൂക്കളുണ്ട്, എന്നാലും കുറച്ചൊന്ന് റൗണ്ട് അപ്പ് ചെയ്ത് വിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ കണ്ടില്ല, നല്ല നീളത്തിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ മതിലിൻ്റെ മുകളിൽ വെച്ചതുകൊണ്ട് ഈ നീളത്തിൽ പോയതൊക്കെ ബാക്കിയുള്ളവർക്ക് റോഡിൽ പോകുന്നവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകട്ടെ. നമ്മുടെ നാടൻ വെറൈറ്റി ആണല്ലോ അപ്പോൾ അത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കാണുന്നുണ്ട്, ഇവിടെയൊക്കെ ഇനിയും പൂക്കൾ വരും. നമ്മളിത് വിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിലൊക്കെ പൂക്കൾ വരും കേട്ടോ. ഇതിൻ്റെ ബൊഗൈൻവില്ലയുടെ ഫസ്റ്റ് എൻഡിൽ പൂ വരും, പിന്നെ ഇടയിലൊക്കെ കുറച്ചായിട്ട് പിന്നീടാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവുക. ഇലകൾ വന്നിട്ട് അങ്ങനെ പൂക്കളുണ്ടാവും. അതാണ് ബൊഗൈൻവില്ലൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു, പൂക്കളൊന്നും പോയത് നോക്കിയില്ല, കട്ട് ചെയ്ത് കൊടുത്തു. ഇതാണ് കേട്ടോ പൂക്കൾ. നമ്മുടെ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ പോട്ടിങ് ഒരു വലിയ പോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കട്ടിങ്സ് കളയണ്ട വിചാരിച്ചു, മനസ്സില്ല കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് വെച്ച് കൊടുക്കണം. നല്ല വെയിലുണ്ട്, പിടിച്ച് കിട്ടുമോയെന്ന് അറിയില്ല. ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോട്ടി മിക്സായി എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയുമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കമ്പുകൾ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഞാനതിന് റൂട്ടിംഗ് ഹോർമോണോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. നമ്മളെപ്പോഴും കുത്തി കൊടുക്കുന്ന പോലെ കമ്പ് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ ഷോർട്സിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കളയാനൊരു സങ്കടം, അപ്പോൾ ഒന്ന് കിട്ടുകയാണെങ്കിൽ പിടിച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗാർഡനിങ് ഐഡിയാസും ഗാർഡനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ഇടാനോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നമ്മൾ കുത്തി കൊടുത്തതിന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ എവിടെയാണോ ഈ ചട്ടി വെക്കുന്നത് ആ ഭാഗത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. കുത്തി കൊടുത്ത ശേഷം അനക്കാനൊന്നും നിൽക്കരുത്. അപ്പോൾ ഞാനിത് ഈ കാർപോർച്ചിലെ ഒരു സൈഡായിട്ട് ഒരു തണുത്ത ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്, വെയിലൊന്നും ഇല്ലാത്ത ഭാഗത്ത്. അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് കുത്തി കൊടുക്കാൻ ശ്രമിക്കുക, അനക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വെയിലൊന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നവരെ ഈ ചട്ടീനെ നമ്മളൊന്ന് ഇളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല കുഞ്ഞിലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മണ്ണിലൊന്ന് നെക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ കുഞ്ഞില ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിത് കവർ ഇട്ടിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. ആ കവറിൽ കുഞ്ഞു ദോരം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ ചട്ടി നമ്മളിവിടെ നിന്ന് മാറ്റില്ല കേട്ടോ. നമ്മളിതിൽ പുതിയ ഇലകൾ വരുന്നവരെ നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ ഇത് കീപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. ബാക്കിയുള്ള അപ്ഡേഷൻസ് ഞാൻ ഷോർട്സ് ആയിട്ട് അറിയിക്കാം കേട്ടോ. താങ്ക്